ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാനസ കിട്ടിയ അവസരം മുതലെടുക്കുകയാണ്. മാനസ എല്ലാവരോടുകൂടി ഹോസ്പിറ്റലിൽ വെച്ച് പറയുന്നുണ്ട്, എനിക്ക് ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ നിയന്ത്രണം വിട്ടു പോവുകയാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എല്ലാത്തിനും കാരണം ആ കൺമണിയാണ്. നിങ്ങള് ഹോസ്പിറ്റലായ വിവരം കൺമണി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്ന് മാനസ പറയുമ്പോ സുജു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കും മാനസ, അപ്പോ അതൊന്നും സംസാരിക്കേണ്ട സമയമല്ല, സാഗറിനെ ഒന്ന് കാണണം, അകത്തേക്ക് കൊണ്ടുപോയിട്ട് അരമണിക്കൂറായി എന്ന് പറഞ്ഞ് സുജു കരയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടറോട് സുജു ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന്. ഡോക്ടർ അപ്പൊ പറയുന്നുണ്ട്, ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അദ്ദേഹത്തിന് വലിയ സ്ട്രെസ്സും ഉണ്ടായിരുന്നോ, റിപ്പോർട്ടിന്റെ റിസൾട്ട് കുറച്ച് സമയത്തിനകം വരും, അത് നോക്കിയിട്ട് ആൻജിയോഗ്രാം ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം, അതിലും നിങ്ങൾ പേടിക്കാതിരിക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോവുകയാണ്. ആന്റിയമ്മയും സുജുവും ഇത് കേട്ട് ആകെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. എന്നിട്ട് സുജുവിനോട് പറയുന്നുണ്ട്, അനിയൻകുട്ടൻ ഒന്നും സംഭവിക്കില്ല, കാരണം അവൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ സങ്കടപ്പെടാതിരിക്കും സുജു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഹേമ പറയാണ്, കേട്ടല്ലോ ഡോക്ടർ പറഞ്ഞത് സ്ട്രെസ് ആണ് കാരണമെന്ന്, എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് ഹേമ പറയുന്ന സമയത്ത് മാനസ വീണ്ടും പറയുന്നുണ്ട്, അവസരം വന്നപ്പോ അവൾക്കെതിരെ പറയാന്ന് വിചാരിക്കേണ്ട ആന്റി, കൺമണി കാരണം ഒരുപാട് പേര് സ്ട്രെസ്സിലാണ്, എന്റെ അമ്മ ഞാൻ എല്ലാവരും സ്ട്രെസ്സിൽ തന്നെയാണ്, ഓരോരുത്തരായിട്ട് ഹോസ്പിറ്റൽ കയറി ഇറങ്ങും, അവളുടെ തടസ്സങ്ങളെല്ലാം നീങ്ങി കിട്ടിയാലല്ലേ അവളുടെ മനസ്സിലുള്ളത് നടക്കൂ. മനസ്സ് പറയുമ്പോ ആന്റിയമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അവളുടെ മനസ്സിൽ കാണുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ അവളുടെ മനസ്സിൽ തന്നെ ഇരിക്കുള്ളൂ. അതെ സുജു, അഗർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിനു മുന്നേ നമുക്ക് കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം. മനസ്സുമോള് പറയുന്നത് പോലെ കൺമണി കാരണം ഇനി ഓരോരുത്തർക്കും അറ്റാക്ക് വരും, ഇതിനു മുന്നേ അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആന്റിയമ്മ പറയുമ്പോ സുജു പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേച്ചിയമ്മേ, അവൾ സ്വപ്നം കാണുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല, സാഗറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കെതിരെ ഞാൻ ഉത്തരം പറയിപ്പിക്കും, ഋഷി വന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ എന്റെ കൈവിട്ടു പോകാതിരിക്കാൻ ഞാൻ നോക്കും എന്ന് സുജു പറയുമ്പോ ഹേമയ്ക്കും മാനസയ്ക്കും ഒരുപാട് സന്തോഷാവുകയാണ്. ഇതിനുശേഷം ദേവ്ജി സുജുവിനെ വിളിച്ചിട്ട് സാഗറിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സുജു ദേവ്ജിയോട് പറയുന്നുണ്ട്, ടെസ്റ്റ് റിപ്പോർട്ട് വന്നിട്ട് ആൻജിയോഗ്രാം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, ഒന്നും സംഭവിക്കില്ല, ടെൻഷൻ ആവാതിരിക്കെ ഞാൻ ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് ദേവ്ജി ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് ഭാഗ്യശ്രീ ദേവ്ജിയോട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലാണെങ്കിലും ഭാഗവത് സാറിന് നല്ല പ്രൊട്ടക്ഷൻ വേണം, ഇത്രയും വലിയൊരു ക്രിമിനലാണ് എന്റെ അമ്മ എപ്പോ എവിടെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല, ആളെ അപകടപ്പെടുത്തണമെന്ന് തീരുമാനിച്ചാൽ അമ്മ പിന്നെ ഏത് രീതിയിലും അത് ചെയ്തിരിക്കും എന്ന് ഭാഗ്യശ്രീ പറയുമ്പോ ദേവ്ജി പറയുന്നുണ്ട്, ഇപ്പോൾ സാഗർ അവിടെ സേഫ് ആണ്, 1 മണിക്കൂർ കഴിഞ്ഞാൽ ടെസ്റ്റ് റിപ്പോർട്ട് വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്ത് വേണമെങ്കിലും, ഭാഗ്യശ്രീയുടെ അമ്മയ്ക്കെതിരെ നിയമ നടപടികൾ വേണം, നമുക്ക് ചിന്തിക്കാമെന്ന് പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, സാർ ഞാൻ ഡിവൈഎസ്പി വഴി ഒരു വഴി മൂവ് ചെയ്തിട്ടുണ്ട്, അതിശക്തമായ നടപടി തന്നെ ഉണ്ടാവും, ചിലപ്പോൾ അത് ഇന്ന് തന്നെ ഉണ്ടാവുമെന്ന് ഭാഗ്യശ്രീ പറയുമ്പോ ദേജി പറയുന്നുണ്ട്, ആണോ മിടുക്കി എന്ന് പറയാണ്. അതിനുശേഷം ഭാഗ്യശ്രീ പറയുന്നുണ്ട്, സാർ ആശുപത്രിയിലെ കാര്യങ്ങളെല്ലാം അറിയുന്നത് വരെ ഞാനും ലാലി ആന്റിയും ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോ ദേജി പറയുന്നുണ്ട്, പിന്നെന്താ ഇവിടെ ഇരുന്നോളൂ, നിങ്ങളൊട്ടും ടെൻഷൻ ആവണ്ട, ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം കൺമണി ഭാഗ്യശ്രീ വിളിക്കുന്നുണ്ട്, എന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, ഞാൻ അലിഗയിലാണ്, ഞാൻ കൺമണിയെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു, അപ്പൊ കാര്യങ്ങളെല്ലാം ഞാൻ ദേവ് സാറിനെ അറിയിച്ചിട്ടുണ്ട്, എവിടെ ഇപ്പൊ ലാലയന്റിയും ഉണ്ട്, ഇനി സാഗർ സാർ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ വേണ്ട സുരക്ഷ കൊടുക്കണം, ദേവ് സാറിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്തായാലും ഇപ്പോൾ വിവരങ്ങളൊന്നും അറിയിക്കണ്ട എന്ന് ഭാഗ്യശ്രീ പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, ഭാഗ്യശ്രീ ഞാനും ക്രിസ് സാറും കൂടി ഇപ്പൊ അങ്ങോട്ട് തിരിക്കുകയാണ്, ഞാനെല്ലാം വേണ്ട പോലെ ചെയ്യാം, ഞാനും നേരെ ആശുപത്രിയിലേക്ക് തന്നെയായിരിക്കും പോവുക എന്ന് കൺമണി പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, എന്റെ കാര്യങ്ങളും കുറെ പറയാനുണ്ട് എനിക്ക് നിന്നോട്, നേരിട്ട് പറയാം എന്ന് പറഞ്ഞ് ഭാഗ്യശ്രീ ഫോൺ കട്ട് ചെയ്യാണ്. ശേഷം കൃഷും കൺമണിയും കൂടി തിരിച്ച് നാട്ടിലേക്ക് പോവാൻ റെഡിയായി കേണൽ സാറിനോടും ഷീലയോടും യാത്ര പറയാൻ പോവുകയാണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേണൽ സാർ എന്ന് പറയുമ്പോ കേണൽ സാർ പറയുന്നുണ്ട്, കൃഷ് ഒട്ടും തന്നെ വിഷമിക്കണ്ട, എന്റെ അച്ഛൻ ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല, നീ കൺമണി നീയും ടെൻഷൻ ആവണ്ട, വീട്ടിൽ കയറി താമസിക്കുന്നവനെ നീ തന്നെ വേണം ചവിട്ടി പുറത്താക്കാൻ എന്ന് കേണൽ സാർ പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, സാർ 1-2 ദിവസം കൂടി ഇവിടെ താമസിച്ച് ടെറയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിട്ട് വേണം പോവണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല, വീടും ഈ നാട്ടുകാരും കേണൽ സാറും ഷീല ചേച്ചിയും മധുചേട്ടനും ഇപ്പോ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെയാണ് എന്റെ മനസ്സിൽ കയറിയത്, കേണൽ സാറിനെ ആദ്യം ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടമായില്ല, എന്നാൽ ഇപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ് കേണൽ സാറിനോട്, നല്ലൊരു മനുഷ്യനാക്കിയതും ഈ ജീവിതം പഠിപ്പിച്ചതും എല്ലാം കേണൽ സാറാണെന്ന് പറഞ്ഞ് കേണൽ സാറിനോട് നന്ദി പറയുന്നുണ്ട്. ഇതിനുശേഷം ഷീല ചേച്ചിയുടെ കയ്യിലുള്ള ഒരു ഗിഫ്റ്റ് കേണൽ സാർ വാങ്ങുകയാണ്, എന്നിട്ട് അത്
അത് കൺമണിക്കാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് കൃഷ് ആ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് കൺമണിയുടെ കയ്യിൽ കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ്. കൺമണി ആ ക്യാഷ് കൊണ്ടുപോയി ഷീല ചേച്ചിക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു സാരി വാങ്ങിച്ചു തരണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പെട്ടെന്നല്ലേ പോവണ്ട വന്നത്, ആളെന്തായാലും തിരിച്ചു വരും എന്ന് കൺമണി പറയുമ്പോ ഷീല ചേച്ചിക്ക് ആകെ സങ്കടം വന്ന് കരയുന്നുണ്ട്. ഇവിടെ അവര് ഇറങ്ങണമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് കാറിൽ കയറുകയാണ്. കൺമണിയും പോകുന്ന സമയത്ത് വളരെ സങ്കടത്തോടെ സാറും ഷീല ചേച്ചിയും യാത്ര അയക്കുകയാണ്. കൺമണിയും ഒരുപാട് വിഷമത്തോടുകൂടി തന്നെയാണ് അവിടെ നിന്നും പോകുന്നത്. പിന്നീട് സുജു ഐസിയുയിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസ വന്ന് സുജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആന്റി കരയാതെ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ, എനിക്ക് വെള്ളം വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോ സുജു ഒന്നും വേണ്ട എന്ന് പറയാണ്. മനസ്സപ്പ പറയുന്നുണ്ട്, ആന്റിക്ക് വേണമെങ്കിൽ റൂം എടുക്കാം നമുക്ക്, ആന്റി ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സുജുവിന് കൂടുതൽ വിഷമമാവുകയാണ്. സുജു എന്നിട്ട് കരഞ്ഞുകൊണ്ട് മാനസയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മാനസ അപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതുപോലെ കൃഷിനെ എനിക്ക് കിട്ടാൻ വേണ്ടി കൂടെ ആന്റിയും ചേർന്ന് നിൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ തനി നിറം കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് മാനസ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഹി വരുന്നുണ്ട്. മഹി ആന്റിയമ്മയോട് ചോദിക്കുന്നുണ്ട്, സാഗർ സാറിന് എങ്ങനെയുണ്ട് ആന്റിയമ്മ എന്ന് ചോദിക്കുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, ടെസ്റ്റ് റിപ്പോർട്ട് വരാനുണ്ടെന്ന്. മഹിയപ്പ ചോദിക്കുന്നുണ്ട്, സാഗർ സാറിനെ കേറി കാണാൻ പറ്റുമോ ചോദിക്കുമ്പോ മാനസ ദേഷ്യപ്പെട്ടുകൊണ്ട്, കാണാൻ പറ്റില്ല, ഞങ്ങളും കണ്ടിട്ടില്ല എന്ന് പറയാണ്. ജോപ്പ കരഞ്ഞുകൊണ്ട് മഹിയോട് ചോദിക്കുന്നുണ്ട്, കൃഷി അറിഞ്ഞോ, അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ എന്ന് ചോദിക്കുമ്പോ മഹി പറയുന്നുണ്ട്, ഇല്ല ഞാൻ അറിയിച്ചിട്ടുണ്ട്, ഞാൻ സാഗർ സാറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവൻ വരുമെന്ന് പറയുമ്പോ സുജു ചോദിക്കുന്നുണ്ട്, അവൻ വരുമോ, ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ പറയുന്നുണ്ട്, വരും, ഉറപ്പായിട്ടും വരുമെന്ന് പറയാണ്. മാനസപ്പ ചോദിക്കുന്നുണ്ട്, കൺമണിയും വരുമോ എന്ന്. മഹിയപ്പ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വീണ്ടും മാനസ ചോദിക്കുന്നുണ്ട്, കൃഷി വരുമ്പോ കൺമണിയും കൂടെ വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോ പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്ന്. മനസ്സപ്പോ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മഹിയോട് പറയുന്നുണ്ട്, എന്തിനാണ് മഹി ഒരു ഷോ, കൃഷിന്റെ എല്ലാ കാര്യങ്ങളും മഹിക്കും അറിയാം, എന്റെ കൂടെ അവളും വരുമെന്ന് മാനസ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്. അതിനുശേഷം മഹി പറയുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക്, സാറിന് പെട്ടെന്ന് നെഞ്ചുവേദന വരാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോ സുജു പറയുന്നുണ്ട്, മോഹന്റെ പ്രൊജക്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് സാഗറിന്, എന്റെ വിഷസിനെല്ലാം റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു യാതായതെന്ന് സുജു പറയുമ്പോ മഹി പറയുന്നുണ്ട്, അതേ സാഗർ സാറിന് വലിയ എക്സൈറ്റഡ് ആയിരുന്നു പ്രൊജക്ട് കിട്ടിയപ്പോൾ, കൺമണിയെ കുറിച്ച് കുറെ പുകഴ്ത്തിയെന്നൊക്കെ ദേജി എന്നോട് പറഞ്ഞിരുന്നു എന്ന് മഹി പറയുമ്പോ ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന മാനസ പറയുന്നുണ്ട്, മഹിപാൽ, കൺമണിയുടെ മഹത്വമൊന്നും ഇവിടെ വിളമ്പണ്ട, ഇത് ഹോസ്പിറ്റലാണ്, ഇതിന് വെയ്യാതെ കിടക്കുമ്പോഴാണ് ഒരു കൺമണി, അതിന് ഈ അവസ്ഥയ്ക്ക് കാരണം തന്നെ അവളാണ് എന്ന് മാനസ പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, മോളെ നീയൊന്നും മിണ്ടാതിരിക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് പറയാണ്. ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സമയത്ത് വീണ്ടും അങ്ങോട്ടേക്ക് മാനസ പോവുകയാണ്. എന്നിട്ട് മഹിയോട് പറയുന്നുണ്ട്, ഞാൻ സസ്പെൻഷനിലാണ്, പക്ഷെ ഇപ്പോഴും നീ എന്റെ അണ്ടറിലാണ്, കൺമണിയെ അധികകാലം വാഴിക്കാമെന്ന് ആരും കരുതണ്ട, മഹി ഞാൻ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്, ഞാനൊരു മണ്ടിയാണെന്ന് ആരും വിചാരിക്കണ്ട എന്ന് മാനസ പറയുമ്പോ മഹി പറയുന്നുണ്ട്, മാനസ ഒരു മണ്ടിയാണെന്ന് ആരും വിചാരിച്ചിട്ടില്ല, അതുപോലെ മറ്റുള്ളവർ മണ്ടന്മാരല്ലെന്ന് മാനസ കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞ് മഹി അവിടുന്ന് പോവുകയാണ്. ഇതിനുശേഷം ഷൺമുഖദാസ് വക്കീൽ സുമിത്രയെയും ബാലുവിനെയും കാണാനായി വരികയാണ്. ഇത്രയ്ക്കും ബാലുവിനും ഒത്തിരി സന്തോഷം വരുന്ന ഗറിന് നെഞ്ചുവേദനയാണെന്ന കാര്യം പറയാനായിട്ടാണ് ഷൺമുഖദാസ് വക്കീൽ വരുന്നത്. വക്കീല് പറയുന്നുണ്ട്, സാഗർ വീണു, ായിട്ട് സിറ്റി ഹോസ്പിറ്റലിലാണ്, എല്ലാവരും അവിടെയുണ്ട്, അന്വേഷിച്ചപ്പോൾ വീട്ടിനുള്ളിൽ എന്തൊക്കെയോ പൊട്ടിത്തെറിയാണെന്നാണ് അറിഞ്ഞത്, അവളുടെ മകൻ ക്രിസ് സാഗറും അവിടെയുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ അടുപ്പത്തിലാണത്രേ. അപ്പൊ ചോദിക്കുന്നുണ്ട്, കൺമണിയാണോ എന്ന്. ഇലപ്പ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയോ ആ കാര്യമെന്ന്. സുമിത്രപ്പ പറയാണ്, പിന്നെ അറിയാതെ, അവളുടെ ലിസ്റ്റിൽ അവളുമുണ്ട്, ആദ്യം അവളെ വെച്ചായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്, അവളുടെ കമ്പനിയിലേക്ക് അവളെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു, പക്ഷേ അവൾ അതിന് നിന്നില്ല, പിന്നീട് അവളുടെ ഏട്ടനെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നു, കുറെ ക്യാഷ് ചെലവായി എന്നല്ലാതെ ഇതിലും പ്രയോജനമൊന്നും ഉണ്ടായില്ല, കൃഷ്ണനെ തന്നെ 1-2 വട്ടം അവളാണ് രക്ഷിച്ചത് എന്ന് പറഞ്ഞ് പഴയ കാര്യങ്ങളെല്ലാം സുമിത്ര വക്കീലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് സുമിത്ര വീണ്ടും വക്കീലിനോട് പറയുന്നുണ്ട്, നമുക്ക് കിട്ടിയ ഒരു ചാൻസ് ആയിരിക്കും, ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആ സാഗറിനെ നമുക്ക് തീർക്കാം, ഇതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് സുമിത്ര വക്കീലിനോട് പറയുന്നുണ്ട്. ഇതിനുശേഷം കൃഷും കൺമണിയും കൂടി നാട്ടിലേക്ക് പോകുന്ന വഴി വനദുർഗ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കുകയാണ്. കൃഷി
എന്നിട്ട് ദേവിയോട് പറയുന്നുണ്ട്, അച്ഛന് എന്തു ദോഷമുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് തന്നോളൂ. ഞാൻ അച്ഛനെ അന്ന് കുറെ എതിർത്ത് സംസാരിച്ചു, അതുകൊണ്ടാണോ അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ വയ്യാതെയായത്? അങ്ങനെയാണെങ്കിൽ ഞാനായിരുന്നു തെറ്റുകാരൻ, ഇനിയാണ് ശിക്ഷിക്കേണ്ടത്. എന്റെ അച്ഛൻ ആരെയും ദ്രോഹിക്കുകയോ ആരും വീണു പോകരുതുമെന്നോ ഒരിക്കലും ചിന്തിക്കില്ല. സാഗർ എന്ന പേര് മാറ്റിയിട്ട് എനിക്കൊരു ജീവിതമില്ല. അച്ഛന്റെ ജീവിത വഴിയിൽ കൂടെ തന്നെയാണ് ഞാനും സഞ്ചരിക്കുന്നത്. അച്ഛനോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അതിനുവേണ്ടി ഞാൻ എല്ലാത്തിനും മാപ്പു ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് സങ്കടപ്പെടുകയാണ്. കൺമണി പറയുന്നുണ്ട്, ദേവി സാഗർ സാറിന് ഒരു കുഴപ്പവും വരുത്തരുത്. സാഗർ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്, അവരെയൊന്നും സങ്കടപ്പെടുത്തരുത് എന്ന് കൺമണി പറയുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.